CBSEയുടെ ഔദ്യോഗിക പോർട്ടൽ പ്രവർത്തന സജ്ജമായി. ഇതോടെ 12ാം ക്ലാസ് പരീക്ഷാ ഫലത്തിന്റെ മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണ്ണയത്തിനും ഇനി അപേക്ഷ സമർപ്പിക്കാം. ജൂൺ 1 മുതൽ പോർട്ടൽ പ്രവർത്തനരഹിതമായിരുന്നു. വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു എന്നാണ് അറിയിപ്പ്. CBSE ഔദ്യോഗിക വെബ്സൈറ്റായ cbse.government.in വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. IIT കാൺപൂർ, IIT മദ്രാസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് വെബ്സൈറ്റിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടത്. പരീക്ഷാ പേപ്പറിന്റെ ഫോട്ടോ കോപ്പി ലഭിക്കുന്നതിനായി നേരത്തെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന ചോദ്യപേപ്പറും അതിന്റെ ഔദ്യോഗിക മാർക്കിംഗ് സ്കീമും വിദ്യാർത്ഥികൾ പരിശോധിക്കേണ്ടതാണ്. മാർക്കിംഗ് സ്കീം അനുസരിച്ച് ഉത്തരം ഉണ്ടായിട്ടും മാർക്ക് ലഭിച്ചില്ലെങ്കിൽ കൃത്യമായ കാരണങ്ങൾ സഹിതം ചോദ്യം തിരിച്ച് വിദ്യാർത്ഥികൾക്ക് പരാതി സമർപ്പിക്കാം. മാർക്ക് പരിശോധനയ്ക്ക് ഓരോ ഉത്തരക്കടലാസിനും 500 രൂപ വീതവും പുനർമൂല്യനിർണ്ണയത്തിന് ഓരോ ചോദ്യത്തിനും 100 രൂപ വീതവുമാണ് ഫീസ്. അവസാന ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത കോപ്പി അപേക്ഷകർക്ക് ലഭ്യമാക്കിയ ശേഷവും കുറഞ്ഞത് 2 ദിവസമെങ്കിലും പോർട്ടൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് ബോർഡ് അറിയിച്ചു. സമയപരിധിക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.